ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാളുകളായി പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതായ ഈ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഉള്ള പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രെയർ ഹാളിൽ വെച്ച് പതിവായി നടക്കുന്ന ഈ ശുശ്രൂഷയിൽ നേരിട്ട് വന്ന് പങ്കെടുക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. എന്നാൽ അങ്ങനെ അസൗകര്യമുള്ളവർ എല്ലാ വെള്ളിയാഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതായ ഈ ബൈബിൾ സ്റ്റഡിയിൽ അവർ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ എല്ലാം പങ്കെടുക്കുന്നു. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ മറ്റൊന്നും ഉള്ളതുകൊണ്ടല്ല, നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നു. ആരെല്ലാം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നുവോ അവരെ ദൈവം കടാക്ഷിക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും, അവരെ ദൈവം സന്ദർശിക്കും. അതൊരു സത്യമാണ്, അതൊരു നിത്യസത്യമാണ്. ഒരു ദിവസത്തെ അല്ല, കാലങ്ങളായി യുഗങ്ങളായി വേദപുസ്തക ചരിത്രത്തിൽ മാത്രമല്ല, അനേകം ദൈവമക്കളുടെ ജീവിതാനുഭവമാണത്. കർത്താവിന് സ്തോത്രം. വചനം. ഞാൻ ഒരു സംഭവ കഥ കഥയല്ല, സംഭവിച്ചൊരു കാര്യം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ. ഞാൻ വായിച്ചതാണ്. എൻ്റെ അടുത്ത് ഞാൻ വായിച്ച ബുക്കും ഇരിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്നും നോക്കിയും നോക്കാതെയൊക്കെ നിങ്ങളോട് പറയാം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു ഡാഗ് ഹാമർഷോൾഡ്. അദ്ദേഹം ആഫ്രിക്കയിൽ വെച്ചുണ്ടായ ഒരു വിമാന അപകടത്തിലാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആ പൈലറ്റ് ഒരു സ്ഥലത്തിലെ ഒരക്ഷരത്തിലുള്ള ഒരു പുള്ളി മാറിപ്പോയത് കൊണ്ടാണ് ആ വലിയ വിമാന ദുരന്തം സംഭവിച്ചത്. എന്താണെന്നറിയാമോ? സാംബിയയിലെ നാട്ടോള എന്ന സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ പൈലറ്റിന് തെറ്റുപറ്റി. അദ്ദേഹം തൻ്റെ കയ്യിലെ ഭൂപടത്തിൽ നാട്ടോളോ, ഒരു പുള്ളിയുടെ വ്യത്യാസമുള്ളൂ, നാട്ടോളായിലാണ് പോകേണ്ടത്. നാട്ടോളോ എന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ ഇത് തെറ്റിദ്ധരിച്ച് തെറ്റായ സ്ഥലത്തേക്ക് പോയി. വെറും 1000 അടി ദൂരമേ ഉള്ളൂ ഈ സ്ഥലം തമ്മിൽ. പക്ഷെ എന്ത് സംഭവിച്ചു? നാട്ടോളായിൽ ഇറങ്ങേണ്ട വിമാനം നാട്ടോളോയിൽ പോയി ഇറങ്ങി. വലിയ അപകടം സംഭവിച്ചു. അന്ന് ആ വിമാന ദുരന്തത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡാഗ് ഹാമർഷോൾഡ് മരണപ്പെട്ടു. പൈലറ്റും മരണപ്പെട്ടു. എന്ത്? ഒരു വള്ളി വ്യത്യാസം, ഒരക്ഷരമില്ല, ആ അക്ഷരത്തിന് ചേർത്തെഴുതിയ ഒരു വള്ളി. ഞാൻ നിങ്ങളോട് പറയട്ടെ, പാതയ്ക്ക് ദീപമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല, മാറ്റാൻ നമുക്ക് അധികാരമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം അനുസരിക്കുക. സ്നേഹത്താലുള്ള അനുസരണം. കർത്താവിന് സ്തോത്രം. ആ അനുസരണമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ആത്മീക സത്യം നിങ്ങളെ അറിയിക്കട്ടെ. എന്താണെന്നോ? ഇന്ന് അനേകരുടെ മേൽ ദൈവീക അനുഗ്രഹം വരാത്തതിന് തടസ്സം അവർ വചനമനുസരിക്കാത്തതുകൊണ്ടാണ്. ഭാഗികമായി അനുസരിക്കും, പൂർണ്ണമായുള്ള അനുസരണമാണ് ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് അല്പമെങ്കിലും മാറ്റാൻ നമുക്ക് അധികാരമില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവനിശ്വാസീയമാണ്. ആ വചനം നാം അനുസരിക്കണം. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് വചനം അനുസരിച്ച് നോക്കൂ. നിങ്ങളുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും അനുഗ്രഹിക്കപ്പെടും. എന്തിനാണ് ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ ബൈബിൾ സ്റ്റഡി വെച്ചിരിക്കുന്നത്? നാം അറിയണം, വാസ്തവമായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ബൈബിളിൽ എന്താണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ആത്മീകമായ സത്യം അറിഞ്ഞിട്ടുള്ളതായൊരു വ്യാഖ്യാനം, റിയൽ സ്പിരിച്വൽ ഇൻ്റർപ്രട്ടേഷനാണ് നമുക്ക് ദൈവം കൃപയാൽ തരുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ ഓരോ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ഞാൻ സമ്പൂർണ്ണമായി എന്നെ തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് എൻ്റെ ചിന്തകളും എൻ്റെ ബുദ്ധിയും എൻ്റെ അറിവുകേടുകളും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവേ അരുളി ചെയ്യണമേ, എന്നോട് സംസാരിക്കണമേ,
കർത്താവിൻ്റെ പ്രിയ മക്കളോട് സംസാരിക്കണമെന്നുള്ള എളിമയോടെയും പ്രാർത്ഥനയോടെയുമാണ് ഞാൻ ഈ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ വെളിപ്പെട്ട് വരുന്നത് എനിക്കും അതൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് വലിയ ആഴങ്ങളൊന്നും ഞാൻ പറയുന്നതെന്ന് അവകാശപ്പെടുന്നില്ല പ്രിയരെ. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ സഹായിക്കുന്നു, കൃപയാൽ പരിശുദ്ധാത്മാവ് എല്ലാം ഇടപെടുന്നു. സ്തോത്രം. നാം നാളുകളായി പഠിച്ചു വന്ന വിഷയം തന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. ഈ പഠനത്തേക്കാൾ ഉപരി ഒരു അനുഭവമാക്കി എടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. പരിശുദ്ധാത്മാവുമായി നമുക്ക് എന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഒരടുപ്പം വേണം. ഈ ഭൂമിയിൽ എന്തിനേക്കാളും ആരെക്കാളുമുള്ള ഒരടുപ്പം പരിശുദ്ധാത്മാവിനോട് വേണം. കാരണം ഇന്ന് ഈ ഭൂമിയിൽ ഓരോ ദൈവവൈതലിനെയും സകല സത്യത്തിലും വഴി നടത്തുന്ന കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. വഴികാട്ടിയാണ് പരിശുദ്ധാത്മാവ്, ഗൈഡാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനുമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹീസ് എ പേഴ്സൺ ആസ് വെൽ ആസ് ഹീസ് എ പവർ. അതൊരു ശക്തിയുമാണ്. വ്യക്തിത്വം വെളിപ്പെടുത്തും, ഒപ്പം ശക്തിയും വെളിപ്പെടുത്തും. അങ്ങനെ വേറെ ആരുണ്ട് ഈ ഭൂമിയിൽ? കർത്താവിന് സ്തോത്രം. കോട്ടകളെ ഇടിക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് വഴിതെറ്റിപ്പോകുമ്പോൾ നമുക്ക് പാപബോധവും അനുതാപവും തന്ന് നമ്മെ നേർവഴിയിലൂടെ നയിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിക്കും, ചിലപ്പോൾ ഉപദേശിക്കും, ചിലപ്പോൾ ശാന്തമായി ഇടപെടും, ചിലപ്പോൾ കർക്കശമായി ഇടപെടും. പരിശുദ്ധാത്മാവിൻ്റെ ഭാവങ്ങൾ നമുക്കറിയില്ല, മനുഷ്യരായ നമുക്കറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിനായി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ യഥാർത്ഥ ഭാവം നമ്മിലൂടെ വെളിപ്പെടുത്തും, അനേക ദൈവമക്കളിലൂടെ വെളിപ്പെടുത്തും. ഇതൊരു സത്യമാണ്. അന്ന് പത്രോസിന് മുമ്പിൽ വന്ന് അനന്യാസും സഫീറയും വ്യാജം കാണിച്ചു. പത്രോസ് കർക്കശമായി നിന്നു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? അവർ രണ്ടുപേരും മരണത്തിന് ഇരയായി തീർന്നു. പരിശുദ്ധാത്മാവിന് മുമ്പിൽ വ്യാജം കാണിച്ചപ്പോൾ സംഭവിച്ചതാണ്. സ്തോത്രം. ശീമോൻ എന്ന മന്ത്രവാദി പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കാൻ ശ്രമിച്ചു. നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നുള്ള വലിയ ശാപം അവൻ്റെ മേൽ വരാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹത്തോട് താലോലിക്കും, ഓമനിക്കും. അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ വ്യക്തിത്വങ്ങളായി വിവിധ ഭാവത്തോടെ വിവിധ ശക്തിയോടെ പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ കൃപയാൽ കർത്താവ് നമുക്ക് ഈ ടോപ്പിക്ക് തന്നതോർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനും നിങ്ങളോടൊപ്പം പഠിക്കുകയാണ്, അല്ല ഞാനും നിങ്ങളോടൊപ്പം അനുഭവിക്കുകയാണ്. സ്തോത്രം. നിങ്ങളിൽ നിന്ന് ആരിൽ നിന്ന് മാറിയെന്നുകൊണ്ടല്ല ഞാൻ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്, തികഞ്ഞിട്ടുമല്ല. സ്തോത്രം. നാം ഉൽപ്പത്തി പുസ്തകം മുതൽ അങ്ങ് യെശയ്യാ പ്രവചനം വരെ കഴിഞ്ഞ 26 എപ്പിസോഡുകളിലായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിച്ചു. നാം ഇപ്പോൾ യിരെമ്യാ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യിരെമ്യാ പ്രവചനം, യിരെമ്യാവ് ഒരു മേജർ പ്രോഫറ്റാണ്, വലിയ പ്രവാചകന്മാരിൽപ്പെട്ടയാളാണ്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ മുതലായവരാണ് മേജർ പ്രോഫറ്റ്സ്, വലിയ പ്രവാചകന്മാർ. എന്നാൽ ഹോശേയ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കുക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സക്കരിയാവ്, മാലാഖി തുടങ്ങിയവർ മൈനർ പ്രോഫറ്റ്സാണ്. മൈനർ പ്രോഫറ്റ്സ്, മേജർ പ്രോഫറ്റ്സ് പറയുമ്പോൾ അവരുടെ വലിപ്പത്തെ വെച്ചിട്ടല്ല, അവരുടെ ആത്മീയ നിലവാരത്തെയും വെച്ചിട്ടല്ല മേജർ ആൻഡ് മൈനർ എന്ന് പറയുന്നത്. അവരെഴുതിയ പ്രവചനത്തിൻ്റെ ദൈർഘ്യം അത് വെച്ചിട്ടാണ് മേജർ ആൻഡ് മൈനർ പ്രോഫറ്റ്സ് എന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇൻഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ തന്നെ എഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം, ലെമന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രകടമായി കാണുന്നില്ല. എന്നാൽ പുതിയ ഹൃദയം തരുമെന്നും ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും നിവർത്തുമെന്നും ഞാൻ എൻ്റെ വചനത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്നുമെല്ലാം വിവിധ സ്ഥലങ്ങളിൽ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ളതായ മുൻ സൂചനകളാണ്.
അതുകൊണ്ട് ആ പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ വാക്കുപയോഗിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവെന്നോ പരിശുദ്ധാത്മാവെന്നോ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്നൊന്നും എഴുതി കാണിച്ചിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് വേദപുസ്തകം മുഴുവനും യിരെമ്യാ പ്രവചനത്തിലും നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വേദവാക്യം വായിച്ച് വിശദീകരിക്കാൻ ഇല്ലാത്തതുകൊണ്ടും പ്രകടമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയില്ലാത്തതുകൊണ്ടും നാം ആ രണ്ട് പുസ്തകങ്ങളും ഒന്ന് നിർത്തുകയല്ല, അതിൽ നിന്ന് വിട്ട് ഒന്ന് എഹെസ്കേൽ പ്രവചനത്തിലേക്ക് ഇന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലെന്നല്ല, ശക്തമായിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ രാത്രിയിലെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, വീഥികളുടെ തലക്കിലൊക്കെയും നെടുവീർപ്പെട്ട് കരയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ഓലോല കണ്ണീരൊഴുക്കുക എന്നെല്ലാം പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. എല്ലായിടത്തും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം മുഴങ്ങി നിൽക്കുന്നുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളിലും. എന്നാൽ നമുക്ക് എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, അവൻ എന്നോട്, നിത്യനായ ദൈവം എഹെസ്കേൽ പ്രവാചകനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. വളരെ മനോഹരമായ ഒരു വേദവാക്യമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവിന് സ്തോത്രം, സ്തോത്രം. മനുഷ്യപുത്ര, നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നാം നിവർന്നു നിൽക്കണം. നമ്മുടെ കാതുകൾ കൂർപ്പിച്ച് പിടിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ആസിയയിലെ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഓരോ സഭയുടെയും ദൂത് എഴുതി രേഖപ്പെടുത്തിയതിന് ശേഷം അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതേ, പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അത് കേൾക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബലവന്തം ചെയ്ത് ദൈവം ആരോടും ഇടപെടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കണം. ചിലർ പ്രതികരിക്കുകയില്ല, നഷ്ടം അവർക്കാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം വരുമ്പോൾ നാം പ്രതികരിക്കണം. എങ്ങനെ? റിസീവ് ചെയ്യണം. ഒരു റിസീവിങ് മെൻറ്റാലിറ്റി നമുക്ക് വേണം, ഒരു ഒബേയിങ് മെൻറ്റാലിറ്റി വേണം, ഒരു ഹംബിൾനെസ്, ഒരു എളിമയോടെ അത് സ്വീകരിക്കണം. നാം പ്രൊഫറ്റിക്കൽ ആക്ഷൻസിന് തയ്യാറാകണം. നാം ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അതിന് ഇല്ലേ, ഒരാൾ നമ്മളെ വിളിച്ചാൽ നാം വിളി കേൾക്കും, ഒരാൾ വരാൻ പറഞ്ഞാൽ നാം അങ്ങ് ചെല്ലും, ഇല്ലേ? നമ്മുടെ ഫോണൊന്ന് റിങ് ചെയ്താൽ നാം എടുത്ത് പ്രതികരിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ വരുമ്പോൾ നാം പ്രതികരിക്കണം. അതൊരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ ആഹ്വാനങ്ങൾ തരും, ഇല്ലേ? ദൈവവേലയ്ക്കുള്ള ആഹ്വാനം, കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള ആഹ്വാനം, എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ആഹ്വാനം, ചില പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ആഹ്വാനം, ചില മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്ന് വിടുതൽ നേടാനുള്ള ആഹ്വാനം. ഈ അടുത്ത സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് SSS. എന്താണ് SSS? ഏതൊരു മനുഷ്യനും ഈ എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചില പാപങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന്. മുറുകെ പറ്റുന്ന പാപങ്ങളാണ്. ഏതാണ് ഈ 3 എസ്സുകൾ? SSS. 1 സിൽവർ, എസ്സിൽ തുടങ്ങുന്നു, സിൽവർ. 2 സെക്സ്, എസ്സിൽ തുടങ്ങുന്ന പാപം. 3 സെൽഫ്. ഈ 3 പാപങ്ങളിൽ ഏതിൻ്റെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ഓരോ വ്യക്തികളിലുമുണ്ട്. എനിക്കൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് അന്യഭാഷയുണ്ട്, ഞാൻ ദൂത് പറയുന്ന ആളാണ്, ഞാൻ ദൈവവേല ചെയ്യുന്ന ആളാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പോലെ പറഞ്ഞാൽ നിൻ്റെ രക്തത്തിലും നിൻ്റെ ആളത്വത്തിലും അങ്ങനെ ചില പാപ സ്വഭാവങ്ങൾ കിടക്കുന്നുണ്ട്. ഇത് കണ്ടെത്തി ദൈവസന്നിധിയിൽ ജീവള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീയിറങ്ങി ഇത് ദഹിച്ച് മരണത്തോളം ശുദ്ധീകരണം പ്രാപിച്ച് നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. SSS, സിൽവർ, സെക്സ്, സെൽഫ്. ചിലപ്പോൾ ചിലർ പണത്തിനടിമകളായിരിക്കും, ചിലർ സെക്സിനടിമകളായിരിക്കും, ചിലർ സ്വയത്തിനടിമകളായിരിക്കും. ഞാൻ എന്ന ഭാവം അത് എല്ലാ മേഖലകളിലും വെളിപ്പെട്ട് നിൽക്കും. സ്വന്തം ശുശ്രൂഷയിൽ പോലും വെളിപ്പെട്ട് നിൽക്കും. ഇതെല്ലാം ശുദ്ധീകരണം പ്രാപിക്കേണ്ടതാണ്. നാം അത് കണ്ടെത്തണം. അത് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു, പ്രവാചകനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കുക,
ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ പറയുന്ന വാക്ക് കേൾക്കാൻ നീ കാത് കൂർപ്പിച്ച് പിടിച്ച് നീ ശ്രദ്ധയോടെ ഇരിക്കുക. നീ തളർന്നിരിക്കരുത്, നീ മയങ്ങിയിരിക്കരുത്, നീ വാടിയിരിക്കരുത്. അതേ പ്രിയരെ, ആത്മീയ ശുശ്രൂഷകളിൽ നാം പോകുമ്പോൾ ജാഗ്രതയോടെ ഇരിക്കണം. ഉറങ്ങിയും മയങ്ങിയും തളർന്നു ഇരിക്കാൻ നിന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. നമുക്ക് അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയില്ല. അത് നമുക്ക് നഷ്ടമായി തീരും. പിന്നെ എന്താണ് നടന്നത്? സംസാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ്. നാം അനുസരിക്കുമ്പോൾ ആത്മാവ് വരും, ആത്മാവ് വരുമ്പോൾ കൂടുതൽ അനുസരണം നമുക്ക് കിട്ടും. ഇതൊരു ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറയും. ദൈവാത്മാവ് വരട്ടെ, അതുവരെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നിന്നോളാം എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. പരിശുദ്ധാത്മാവ് വരാൻ നമ്മെ ഒരുക്കി നിൽക്കണം. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വീണ്ടും നമ്മെ ഒരുക്കും. അതൊരു നല്ലൊരു അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തും, നമ്മെ ഒരുക്കും, നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കും, ദൈവ വേലയ്ക്ക് വേണ്ടി ഒരുക്കും. അതാണ് വിശുദ്ധീകരണം. രക്ഷ എന്നുള്ളത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു ചെറിയ പടി മാത്രമേ ആവുന്നുള്ളൂ. എന്നാൽ മരണത്തോളം നീണ്ടു നിൽക്കുന്നതാണ് വിശുദ്ധീകരണം, ശുദ്ധീകരണം. ഓരോ സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ നാമോത്തപ്പെടട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് യഹസ്കന്മേൽ വന്നു, അവൻ എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി അയക്കുന്നതിന് മുമ്പ് ആത്മാവ് വരണം, പരിശുദ്ധാത്മാവ് വരണം. ഇത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധമുണ്ട്. ചിലർ പഴയ നിയമം കാണുമ്പോൾ ഏതാണ്ട് ഒരു അലർജിക്കായിട്ട് കാണുന്നു. ഒരാവശ്യമില്ല, ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിത്യനായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഉൽപ്പത്തി 1:1, ഉൽപ്പത്തി 1:2 പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു. അതെന്താണ്? ക്രിസ്തു. അപ്പോൾ ആദിയിൽ തന്നെ ഉണ്ട് ഈ തൃത്വം. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ തൃത്വത്തെ വേർതിരിക്കാൻ കഴിയാത്ത ഒരു യോജിപ്പിലാണ് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനവും, ഇന്ന് ഈ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും, പഴയ നിയമത്തിൽ പിതാവാം ദൈവത്തിൻ്റെ പ്രവർത്തനവുമാണ് പ്രൊക്ലൈം ചെയ്ത് നിൽക്കുന്നതെങ്കിലും അവിടെയെല്ലാം പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി, തൃത്വത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് ഇടപെടും. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങൾ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരഗ്രഹമല്ലോ. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പറഞ്ഞോളണമെന്ന്. കേൾക്കാതിരിക്കുമ്പോൾ പറയണം. കേൾക്കുമ്പോൾ പറയണം. അത് കർത്താവിൻ്റെ ആജ്ഞയാണ്. ഒരാൾ കേട്ടില്ല എന്നുള്ളതൊരു പറച്ചിൽ നിർത്തരുത്. കേട്ടാലും കേൾക്കാഞ്ഞാലും പറയണം. കാരണം അവർ മത്സരഗ്രഹമല്ലോ. മത്സരത്തിൻ്റെ ഒരാത്മാവ് മനുഷ്യഹൃദയങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. ചിലർ അംഗീകരിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ താണ് വീണ് അതനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവരെ കർത്താവ് കരങ്ങളിൽ വഹിക്കും. അവരിലൂടെ വലിയ ശുശ്രൂഷ വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോട് മത്സരിക്കുകയോ മറുതലിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന മൺകൂടാരങ്ങളെ നിങ്ങൾ കീറിപ്പറിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? തിരുത്തിക്കൊള്ളണം പ്രിയരെ. മരണത്തോളം നിങ്ങളുടെ ജീവിതത്തിലൊരു തീരുമാനം എടുത്തുകൊള്ളണം. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഞാൻ കുറ്റം പറയുകയില്ല. ആരെയും കുറ്റം പറയരുത്. നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ദൈവം. സ്തോത്രം. എന്നാൽ ഇന്ന് ഭയമില്ലാതെ ആരെയും കയറി കുറ്റം പറയാൻ, പ്രവചനം വന്നാൽ അതെല്ലാം കള്ളപ്രവചനമാണെന്ന് പറഞ്ഞ് പ്രവചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കള്ളനോട്ടുള്ളത് നല്ല നോട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം കള്ളനോട്ടല്ല പ്രിയരെ. ഒരുപക്ഷെ നല്ല നോട്ടിൻ്റെ 1%, 2% കാണുകയുള്ളൂ കള്ളനോട്ട്. അതുകൊണ്ട് ഒരാൾ പറയുക മുഴുവൻ കള്ളനോട്ടാണെന്ന് പറഞ്ഞാൽ
മനുഷ്യരെങ്ങനെ ജീവിക്കും? മനുഷ്യർക്ക് എങ്ങനെ സ്വസ്ഥത കിട്ടും? കയ്യിൽ കിട്ടുന്ന രൂപ മുഴുവൻ കള്ളനോട്ടാണെന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്ത് പിടിക്കും. കാരണം ആരെ കാണുമ്പോഴും, പോലീസിനെ കാണുമ്പോഴും പേടി, കടയിൽ രൂപ കൊണ്ട് കൊടുക്കാൻ പേടി. ഇത് കള്ളനോട്ടാണോ എന്ന് എപ്പോഴും ചിന്തിച്ചിരുന്നാൽ ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. നിങ്ങളോടൊരു ദൈവദാസൻ സംസാരിക്കുമ്പോൾ ഇത് കള്ളനാണോ കള്ളപ്രവാചകനാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് വേണ്ടതുപോലെ മകനെ നിന്നോട് ഇടപെടുകയില്ല, നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിനക്ക് ആത്മീയ ജീവിതത്തിൽ വളർച്ച കിട്ടുകയില്ല. അതുകൊണ്ട് കർത്താവേ, പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ ആത്മാവിനെ ഗൈഡ് ചെയ്യണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിച്ചാൽ മതി. ഒരു കള്ളനോട്ടും എടുക്കാതെ കർത്താവ് കാത്തുകൊള്ളും. സ്തോത്രം. ദൈവനാമത്വപ്പെട്ടേ. ഞാൻ എന്താണ് പറഞ്ഞത്? ഇന്നത്തെ ശുശ്രൂഷ ഞാൻ ഒരു ബൈബിൾ ക്ലാസ് പോലെ അല്ല എടുത്തു വന്നത്, ഒരു പ്രസംഗം പോലെ ആയിപ്പോയി എന്ന് എനിക്കും തോന്നി. പക്ഷേ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തത്. സ്തോത്രം. എസ്കേലിനോട് പറഞ്ഞു, നീ നിവർന്ന് നിൽക്കും മോനെ, ഞാൻ എന്നോട് സംസാരിക്കാം. എസ്കേൽ അതനുസരിച്ചപ്പോൾ ദൈവം സംസാരിച്ചു, പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വീണ്ടും സംസാരിച്ചു, ശുശ്രൂഷ പരമേൽപ്പിച്ചു. ഇസ്രായേൽ ഗ്രഹത്തോട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അവർ കേട്ടാലും കേൾക്കാതിരുന്നാലും നീ പറഞ്ഞോ, നീ പറഞ്ഞാൽ മതി. നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ നിർവഹിച്ചാൽ മതി. നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നീ നിർവഹിച്ചാൽ മതി. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ നിർബടിയായി നിവർത്തിക്കുക, സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, വചനം പ്രസംഗിക്കുക. അല്ലേ? ഹല്ലേലൂയ. നാം അത് ചെയ്താൽ മതി. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിച്ചു വരികയാണ്. ഓരോ ദിവസവും പഠിച്ചു വരുമ്പോഴും പരിശുദ്ധാത്മാവിനോട് സ്നേഹം കൂടിക്കൂടി വരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനോട് വിശ്വാസവും സ്നേഹവും വലിയ ആദരവും കൂടി വരുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കെല്ലാം തന്നെത്താനിരിക്കുമ്പോഴും പൊതുവായിട്ടും പറയും, ഹോളി സ്പിരിറ്റ്, ഐ ഓണർ യു ഹോളി സ്പിരിറ്റ്, ഐ ഒബേ യു ഹോളി സ്പിരിറ്റ്, ഐ റെസ്പെക്റ്റ് യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ ഒബേ യു, ഐ വിൽ ഫോളോ യു. ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്തോത്രം. പറച്ചിൽ മാത്രമല്ല, എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതിൽ നിന്ന് ഒരണുവേടെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ എനിക്ക് പരിപാടിയില്ല. പറയുന്നത് സ്തോത്രം. അതെന്തെല്ലാം സംഭവിച്ചാലും, ആരെല്ലാം നിന്ദിച്ചാലും പഴിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതിനനുസരിച്ച് മാത്രം ഓരോ സ്റ്റെപ്പും വയ്ക്കണം. അതാണ് എൻ്റെ ആഗ്രഹവും സമർപ്പണവും. നിങ്ങളെന്ത് പറയുന്നു? പരിശുദ്ധാത്മാവ് നേർന്നു നിൽക്കാൻ പറയുമ്പോൾ നേർന്നു നിൽക്കണം. പരിശുദ്ധാത്മാവ് കൈവക്കാൻ പറയുമ്പോൾ കൈവക്കണം. പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പരിശുദ്ധാത്മാവ് ഒരു ദൂത് വരുമ്പോൾ അത് റിസീവ് ചെയ്യണം. പരിശുദ്ധാത്മാവ് അക്സെപ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് തിരുത്താൻ പറയുമ്പോൾ അത് തിരുത്തണം. കർത്താവിന് സ്തോത്രം. എത്രയോ ദൈവമക്കൾ ക്ഷമ പറയാൻ പരിശുദ്ധാത്മാവ് പലപ്പോഴും പറഞ്ഞിട്ട് ക്ഷമ പറയാത്തവരുണ്ട്. എത്രയോ പ്രാവശ്യം മോഷ്ടിച്ച വസ്തുക്കൾ കൊടുത്തു തീർക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ഇന്നും മോഷണ വസ്തുക്കൾ കയ്യിൽ വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പ്രിയരേ, അന്യനവകാശമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേപ്പറിൻ്റെ കഷ്ണമാകട്ടെ, ഒരു പേനയാകട്ടെ, ഏതെങ്കിലും ഒരു സാധനമാകട്ടെ, അന്യനവകാശമുള്ള നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് പിശാചിനവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് ദോഷമാണ്. ഞാൻ 39 വർഷമായി എൻ്റെ സഹോദരൻ്റെ സ്ഥാപനത്തിൽ, വലിയൊരു സ്ഥാപനത്തിൽ ഒരു ഡയറക്ടറായിട്ട് കഴിഞ്ഞ 38 വർഷം ജോലി ചെയ്തു. ഇന്നും നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഒരു പേപ്പർ വൈറ്റ് പേപ്പർ, A4 സൈസ് ഒരു പേപ്പർ പോലും എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടില്ല. സ്തോത്രം. അവിടുത്തെ ഒരു പേന പോലും ഞാൻ എടുത്തിട്ടില്ല. ഞാനത് വലിയ പരീക്ഷനായിട്ട് അഭിമാനം പറയുകയല്ല. പക്ഷേ 4-ാമത്തെ വയസ്സിൽ വഴിയിൽ കിടന്ന ഒരു കശുവണ്ടി എടുത്തത് 19-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നെ തിരുത്തിച്ചതാണ്. എനിക്കറിയാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല. നിങ്ങളുടെ കൈവശം ഏതെങ്കിലും ദൈവം ദുഃഖിക്കുന്നത് മറ്റ് മനുഷ്യരുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സൊളിവിൽ കിട്ടിയിരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അതൊരു ലാഭമാണെന്ന് വിചാരിക്കരുത്. അത് നമുക്കും നമ്മുടെ തലമുറകൾ നഷ്ടമാകും. കർത്താവിന് സ്തോത്രം. അനുവാദമില്ലാതെ ഒന്നും ചെയ്യരുത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവം തന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും. നിന്നോട് ഞാൻ ആദ്യം സംസാരിക്കും, എന്നിട്ട് നീ ജനത്തോട് സംസാരിക്കണം. എന്ത് മനോഹരമാണത്. കർത്താവ് നമ്മോട് സംസാരിക്കും, ആ കേട്ടത് നാം ജനത്തോട് സംസാരിക്കുന്നു. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം സംസാരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം സംസാരിക്കുന്നു. എന്തൊരു സന്തോഷമുള്ള ശുശ്രൂഷ, എന്തൊരു ധൈര്യമുള്ള ശുശ്രൂഷ. ആ ശുശ്രൂഷയിലേക്ക് നാം ഓരോരുത്തരും വരാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ തലമുറയിൽ
നമുക്ക് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാം. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര കൊണ്ടു, നിദ്ര പ്രാപിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു, ദ്രവത്വം കണ്ടു എന്ന് വചനം പറയുന്നു. ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദെന്ന്. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി, ശുശ്രൂഷ മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ കർത്താവേ, നാഥ, പരിശുദ്ധാത്മാവിനെ അനുസരിപ്പാനും കീഴ്പ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ തിരുവചനത്തിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില അനുസരണക്കേടുകൾ മാറ്റി, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില മത്സരങ്ങൾ മാറ്റി, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില അനുസരണക്കേടുകളും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അനുസരിച്ച് നിൽക്കാത്ത ചില പ്രകൃതങ്ങളും മാറ്റി കർത്താവെ അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണം, വിശുദ്ധീകരിക്കണം, ആത്മീയമായും ഭൗതികമായും എല്ലാ നന്മകളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ആദ്യം ചിന്തിച്ചതുപോലെ ഒരക്ഷരത്തിൽ തെറ്റുപറ്റിയപ്പോൾ, ഒരു ചെറിയ അക്ഷരത്തിൻ്റെ പുള്ളിയിൽ തെറ്റുപറ്റിയപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി കടന്നുപോയി. നമുക്ക് ഈ തിരുവചനത്തിൽ ഒരു പുള്ളിയെങ്കിലും മാറ്റാതെ നമുക്ക് അനുസരിക്കാം. നിത്യരാജ്യത്തിലെത്തുവാൻ, നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് ഒരുങ്ങാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോർ മൈ ജീസസ് സാജു ആൻഡ് സാലി എന്ന യൂട്യൂബ് ചാനലും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലും നിങ്ങൾ ഉപയോഗിക്കുക, അത് കാണുക. ധാരാളം മെസ്സേജുകൾ, ബൈബിൾ ക്ലാസ്സുകൾ, റീൽസ്, ഷോർട്ട് മെസ്സേജസ്, പാട്ടുകൾ എല്ലാം അതിലുണ്ട്. നിങ്ങൾക്കത് പ്രയോജനമാകും. കർത്താവ് എല്ലാവരെയും നടപടിയായി അനുഗ്രഹിക്കട്ടെ.